എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ട്രാവൽ വീഡിയോയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ ഈ മൂന്നാറിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. അന്നത്തെ ആ ഒരു വീഡിയോ നമ്മുടെ ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. എന്നാൽ അന്നത്തെ യാത്രയിൽ ചരിത്രമുറങ്ങുന്ന മൂന്നാറിൻ്റെ പല ഭാഗങ്ങളും ആ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ഒരു യാത്ര കൊണ്ട് ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് അറിവുകളും 99-ലെ പ്രളയത്തിൽ നശിച്ചുപോയ മൂന്നാർ റെയിൽവേ സ്റ്റേഷനും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉപകരണങ്ങളും മമ്മിഫൈ ചെയ്ത മൃഗങ്ങളും തേയില നിർമ്മാണവും മാട്ടുപ്പെട്ടി ഡാമും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഫാമിലിയും കൂടെ സഞ്ചരിച്ച ഈ യാത്രയിലേക്ക് നിങ്ങളെ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തേക്കുക മൂന്നാർ. അതിൻ്റെ ഭാഗമായിട്ട് എരുമേലി വഴി ഇപ്പോൾ ഞങ്ങൾ മുണ്ടക്കയം ഭാഗത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ റൂം, റിസോർട്ട് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാം. ഇത് എരുമേലിയിൽ നിന്ന് മുണ്ടക്കയത്തേക്ക് പോകുന്ന ഭാഗമാണ്. അമ്മനും ചേച്ചിയൊക്കെ പുറകെ വരുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞൊരു മൂന്നാർ ട്രിപ്പിനകത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. ആ ട്രിപ്പിലില്ലായിരുന്ന 5 പേരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വൈഫിൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ അച്ഛനും അമ്മയും. ബാക്ക്ഗ്രൗണ്ടിൽ വാഹനങ്ങളുടെ നോയ്സ് ഉള്ളത് കൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. നല്ല മലയ്ക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. അതാണ് വണ്ടി കണ്ടാൽ അറിയാം. സ്വാമി ശർമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇളക്കിയതാണ്. ചന്ദനമൊന്നും കഴിയാൻ തരില്ല. ഞങ്ങൾ അടൂരിൽ നിന്നായിരുന്നു യാത്ര തിരിച്ചത്. നേരെ പത്തനംതിട്ട, റാന്നി, എരുമേലി വന്ന് പേട്ടതുള്ളലും കണ്ട് അതുവഴി നേരെ മുണ്ടക്കയമെത്തി. നല്ല വിളഞ്ഞു വെടുത്ത പൈനാപ്പിൾ കണ്ടിട്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തുന്നത്. തന്നെയല്ല, എല്ലാവർക്കും ചെറിയ രീതിക്ക് ദാഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. അതറിഞ്ഞിട്ട് തന്നെയാണ് നിർത്തിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ പോകുന്നത് മൂന്നാറിലാണ്. ഇത് ഞാൻ ഇടും കേട്ടോ. എരുമേലി കഴിഞ്ഞാൽ മുണ്ടക്കയത്തേക്ക് അടുക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് റോഡിൻ്റെ സൈഡിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങളുടെ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മഴയില്ലായിരുന്നു. നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഞങ്ങളിപ്പോൾ കുട്ടിക്കാനത്ത് എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് പൈൻ ഫോറസ്റ്റ് കാണാൻ പ്ലാൻ ചെയ്തു. ചേച്ചി വരുന്നില്ല? ഇതൊക്കെ ഇതിലെല്ലാം വരുന്നതാ. വാ, വരുന്നോ? മുതുക്കി മാറി ചേച്ചി അവിടെ ഇരിക്കുവാന്ന്, മുതുക്കിയാന്ന്. പൈൻ ഫോറസ്റ്റിലേക്ക് കയറണമെങ്കിൽ കുറച്ച് നടക്കാനുണ്ടെന്നറിഞ്ഞു. അതാ ചേച്ചി അവിടെ മടിച്ചിരിക്കുന്നത്. പൈൻ ഫോറസ്റ്റിൻ്റെ വഴി ചോദിച്ചപ്പോഴേ നാട്ടുകാർ നമുക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഉള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ കാട്ടാനയുടെ ശല്യം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം അകത്തേക്ക് കയറിപ്പോയില്ല. പക്ഷേ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. കാരണം നല്ല തണുപ്പും റോഡിലൊക്കെ നല്ല ചൂടുള്ള സമയമായിരുന്നു. ഇവിടേക്ക് കയറിയപ്പോഴത്തേന് AC ഓണാക്കിയ പോലുള്ള നല്ല തണുപ്പായിരുന്നു. അച്ഛനും അമ്മയൊക്കെ കയറി വരുമോയെന്ന് തന്നെ സംശയിച്ചു. കാരണം തലേന്ന് ശബരിമല കയറിയിട്ട് വരികയാണ്. അപ്പോൾ കാലൊക്കെ ആവുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവർ കൂളായിട്ട് കയറി വന്നു. അങ്ങനെ ഇവിടുത്തെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയെ ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ്. അമ്മച്ചി കൊട്ടാരത്തിലെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. അമ്മച്ചി കൊട്ടാരത്തിലേക്കുള്ള വഴി തന്നെ ഒരു വല്ലാത്ത കാഴ്ചയാണ്. ഇടതിങ്ങി വളർന്നു നിൽക്കുന്ന കാടിന് നടുവിലൂടുള്ള ഒരു മൺപാതയിലൂടെയാണ് അമ്മച്ചി കൊട്ടാരത്തിലേക്ക് അടുക്കുന്നത്. തികച്ചും ഒറ്റപ്പെട്ട സ്ഥലം. അമ്മച്ചി കൊട്ടാരത്തിന് ഏകദേശം 210 വർഷത്തോളം പഴക്കമുണ്ട്. 25 ഏക്കറിൽ നിൽക്കുന്ന ഈ കൊട്ടാരം ഇന്ന് ഭാർഗവി നിലയം പോലെയാണ്. തിരുവിതാംകൂർ രാജാവിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു ഇവിടം. ഭരണാധികാരികളുടെ ഭാര്യമാരെ അമ്മച്ചി എന്നാണ് അക്കാലങ്ങളിൽ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത്. അതിനാലാണ് ഈ കൊട്ടാരം അമ്മച്ചി കൊട്ടാരം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അനേകം സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഈ കൊട്ടാരത്തിനുള്ളിൽ വൃദ്ധനായ ഒരു അപ്പച്ചൻ മാത്രമാണ് താമസം. പകല് തന്നെ ഭയം തോന്നുന്ന ഇവിടം രാത്രിയിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന അപ്പച്ചനെ സമ്മതിച്ചേ പറ്റൂ. രാത്രിയായാൽ
ഈ കാണുന്നതല്ല അന്തരീക്ഷം. ശരിക്കും ഇത് അമൂല്യമായ ഒന്നാണ്. 210 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം എത്ര തലമുറ കടന്നുപോയി. അത്രയും വർഷം പഴക്കമുള്ള ഒരു നിർമ്മിതി ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിലായിരുന്നെങ്കിൽ ഇപ്പോഴും ഒരു കേടുപാടുകളും കൂടാതെ അവരത് കാത്തുസൂക്ഷിച്ചേനെ. ക്രിസ്തുവിൻ്റെ തലയെന്ന് തോന്നിക്കത്തക്ക വിധം മുളയിൽ കൊത്തിയെടുത്ത ഒരു രൂപമാണ് ഇത്. ഒട്ടേറെ സിനിമകളുടെ ചിത്രീകരണം നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. ലൂസിഫറിലെ ചില ഫൈറ്റ് രംഗങ്ങൾ ഈ സ്ഥലത്ത് വെച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. നേരെ ചതുരംഗപ്പാറയിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ നേരം ഒരുപാട് വൈകിയിരുന്നു. ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങെത്തിയാൽ മാത്രമേ ചതുരംഗപ്പാറയിലേക്ക് കയറാൻ കഴിയൂ. അല്പം വൈകിയാണെങ്കിലും അങ്ങനെ ഞങ്ങൾ ചതുരംഗപ്പാറയിലെത്തി. ചതുരംഗപ്പാറയിലേക്ക് നമ്മളുടെ കാറിൽ കയറി പോകുക വളരെ പ്രയാസമാണ്. പാറയ്ക്ക് താഴെയായി ജീപ്പ് സർവീസ് നടത്തുന്നുണ്ട്. 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് 600 രൂപ മുടക്കിയാൽ ചതുരംഗപ്പാറയിൽ പോയി അവർ കാഴ്ചകളെല്ലാം കാണിച്ചിട്ട് നമ്മളെ തിരിച്ച് താഴ്വാരത്ത് കൊണ്ടുവരും. പശ്ചിമഘട്ട മലനിരകൾക്ക് മുകളിൽ നിന്ന് അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ മനോഹരമായ ദൃശ്യമാണ് ഈ കാണുന്നത്. ചതുരംഗപ്പാറയ്ക്ക് മുകളിൽ ഭയങ്കര കാറ്റാണ്, അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. ഈ മലയ്ക്ക് മുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വിൻഡ് മില്ലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ചതുരംഗപ്പാറയിൽ നിൽക്കുക. ഇത്തിരി താമസിച്ച് പോയി വന്നപ്പോൾ ഈ ഒരു ടൈം തന്നെ കണ്ടാൽ അറിയാമല്ലോ. എല്ലാം രണ്ടാ ജീപ്പിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മളൊരു 1/2 മണിക്കൂർ താമസിച്ചില്ലേ. പക്ഷെ അന്യായ വ്യൂ ആയിരുന്നു. നിങ്ങളിത് കണ്ടോ, ഈ കാറ്റാടി കറങ്ങണ കണ്ടോ. ചതുരംഗപ്പാറയിൽ ഈ അടയാളം ചെയ്തിരിക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയാണ്. അങ്ങനെ കുറേ യാത്രകൾ മലകളും ചുരങ്ങളും എല്ലാം താണ്ടി ഞങ്ങൾ മിസ്റ്റി കോട്ടിയാടിലേക്ക് എത്തിയിട്ടുണ്ട്. ഭയങ്കര പാടായിരുന്നു. ഓടിച്ചോടിച്ചെൻ്റെ ഉപ്പാട് വന്നു. വീട്ടിൽ എന്തായാലും ഞങ്ങള് മിസ്റ്റി കോട്ടിയാട് നല്ല ഒരു റിസോർട്ടാണ്. അതായത് ഒരു മീഡിയം റേഞ്ച്. നമുക്ക് നല്ല ഞങ്ങൾ 4 പേര്, 4 ഫാമിലി. അതല്ല ഞാൻ, മാളു, അണ്ണന്, ചേച്ചി, അച്ഛൻ, അമ്മ, മാളുവിൻ്റെ അച്ഛനും അമ്മയും. 4 റൂമിൽ 4 പേര് ഇവിടെ താമസിക്കും. നല്ല അവരുടെ സഹകരണമൊക്കെ നല്ല സഹകരണമൊക്കെയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് നേരെ ഇനി അവിടേക്ക് പോവുക. ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ പകർത്തിയിട്ട് വേണം. ഇന്നിപ്പോൾ ഒരുപാട് ടയേർഡാണ്. വേറെ എന്തെങ്കിലും പറയണ്ടോ സുഹൃത്തുക്കൾ? കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞങ്ങൾ ഉറങ്ങും. എന്നിട്ട് നാളെ രാവിലെ ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്യും. മൂന്നാറിന്റെ മൂടൽ മഞ്ഞിൽ മൂടി പുതച്ചുറങ്ങിയ ശേഷം അതിരാവിലെ ഞങ്ങൾ ഉണർന്നു. മിസ്റ്റി കോട്ടിയാടിന് മുന്നിലെത്തി നോക്കിയാൽ അങ്ങകലെ തേയിലത്തോട്ടങ്ങൾക്കും മുകളിലായി ഉദയസൂര്യൻ തിളങ്ങി നിൽക്കുന്നു. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. കിടുകിടാ വിറയ്ക്കുന്ന തണുപ്പിൽ നേരിയ സൂര്യപ്രകാശം ശരീരത്തിലേക്ക് പതിച്ചപ്പോൾ ഒരു വല്ലാത്ത ഫീലായിരുന്നു. ഇതാണ് മിസ്റ്റി കോട്ടിയാട്. എനിക്കും എൻ്റെ ഫാമിലിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ റിസോർട്ട്. ശരിക്കും ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരുന്നു. റൂമുകളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത്. മൂന്നാറിലെ ഫേമസ് ആയ ഗ്യാപ്പ് റോഡിന് സൈഡിലായിട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ നമുക്ക് ഈ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ കഴിയും. മിസ്റ്റി കോട്ടിയാട് രാവിലെ നല്ല രസമാണ്. മിസ്റ്റി കോട്ടിയാട് കാണാൻ. ഇവിടെ തേയിലത്തോട്ടം
പിന്നെ ഇവർക്ക് ഇവിടെ നിൽക്കാൻ നമ്മളെ ഇവിടെ നിർത്താൻ ഒരു ഇതുണ്ടാക്കി വരട്ടിട്ടുണ്ട്. ഇതാണ് വ്യൂ. ഇവിടുന്ന് റിസോർട്ടിലേക്ക് പോകുന്നത് നല്ല രസമുണ്ട്. ഇവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും. എന്നിട്ട് ഇതുവഴി നമ്മൾ ഇങ്ങനെ കയറി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിച്ചത്. ഇനി ഇവിടുന്ന് പറഞ്ഞാൽ നല്ലതാണ്, നമുക്ക് ടീയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാനും ഒക്കെ. അവിടെ ഇത് ഗ്യാപ്പ് റോഡാണ് ഈ കാണുന്നത്, മൂന്നാർ ഗ്യാപ്പ് റോഡാണ്. ഇങ്ങനെ പോകുന്നുണ്ട് ഗ്യാപ്പ് റോഡ്. ഉമ്മയാണ് അവിടെ നിൽക്കുന്നത്, കൂട്ടുക. മേലിലൊരു മല കാണുന്നുണ്ട്. അതൊക്കെ ഏതാണെന്ന് കറക്റ്റായിട്ട് ഇത് കറക്റ്റ് പെരിയ കനാലല്ലേ? പെരിയ കനാലാണ് വരുന്നത്. മൂന്നാർ ഗ്യാപ്പ് റോഡ് നമ്മൾ കയറി വരുമ്പോൾ അവിടെ CTC ഒക്കെ പോകുന്നു. ഗ്യാപ്പ് റോഡിൻ്റെ അടിയിലായിട്ട് ഈ മിസ്റ്റിക് കോട്ടിയാണ്. നല്ല സഹകരണമൊക്കെയാണ്. നമുക്ക് ഫുഡൊക്കെ ഇവിടെ തന്നെ അവൈലബിളാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അല്ലാതെ നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെനു ഉണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. പിന്നെ തണുപ്പ് രക്ഷയില്ലാത്ത തണുപ്പാണ്. പക്ഷെ കോട അധികം ഇല്ലായിരുന്നു, കോട നന്നായിട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ലോറി വന്നില്ല. നമ്മളിപ്പോൾ ഈ പടി താഴേക്ക് ഇറങ്ങുന്നത് മിസ്റ്റിക് കോട്ടിയാടിൻ്റെ ഫുഡ് കോർട്ടിലേക്കാണ്. റിസോർട്ടിൻ്റെ മെനു ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഐറ്റം ആണെങ്കിലും അവർ ഉണ്ടാക്കിത്തരും ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വിശാലമായിട്ടൊരു ഏരിയയാണ്, ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിനുമുള്ള സൗകര്യം, ചെറിയ രീതിക്ക് ബർത്ത്ഡേ സെലിബ്രേഷന് കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ അതിനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവരുടെ സഹകരണമാണ്. നമ്മളെ നല്ല രീതിയിൽ കെയർ ചെയ്യുവർ. ബൊഫേ സംവിധാനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ ടീം അംഗങ്ങൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും രാവിലെ ഉണർന്ന ആ ഒരു ലുക്കിലാണ്. തൊട്ടു പിന്നാലെ നമ്മുടെ ചങ്സും ഉണ്ട്. രാവിലെ നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൈ ഉരച്ച് ഇതിനെ ചൂടാക്കുന്നത്. ഇത് റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ്. തേയിലത്തോട്ടമാണ്, വളരെ മനോഹരമായ കാഴ്ചയാണ്. കഴിഞ്ഞ പ്രാവശ്യം ദ ഹോസ്റ്റലറിലാണ് ഞാൻ താമസിച്ചത്. പക്ഷേ ഇത്തവണ അവിടെ ബുക്കിംഗ് ഫില്ലായി. അങ്ങനെ ഇങ്ങനെ ഇരിക്കെ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മിസ്റ്റിക് കോട്ടിയാട് കിട്ടിയത്. ഫാമിലിയായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്കിവിടെ കിട്ടിയതും അത് തന്നെയാണ്. ഞാൻ ആഗ്രഹിച്ച പോലുള്ള ഒരു റിസോർട്ടിലാണ് ഞാൻ വന്നത്. ഇവിടെ ഒരു ഭാഗത്ത് തകർത്ത് ഫോട്ടോ എടുപ്പ് നടക്കുകയാണ്. ആൾക്ക് പങ്ക് മാറി മാറി നിന്ന് ക്യാമറമാൻ്റെ ഇടപാട് തെറ്റിക്കാണ്. ക്യാമറമാനും ഒട്ടും മോശമല്ല, ഫോട്ടോസ് ചറവറ എടുത്ത് ഗാലറി കയറ്റിയിട്ടുണ്ട്. വെട്ടം കൂട്ടാതെ മാറി റിഫ്ലക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ടീം മ്യൂസിയം കാണാനായിട്ട് തിരിച്ചു. ഫസ്റ്റ് ഡേ ഫുള്ള് ചേട്ടച്ചാര ഓടിച്ചതുകൊണ്ട് സെക്കൻഡ് ഡേ ഫുള്ള് വണ്ടി എൻ്റെ കയ്യിലായി. അതുകൊണ്ട് തന്നെ വണ്ടി ഓടുന്ന സമയത്ത് ഒരു വിഷ്വലും എനിക്കെടുക്കാൻ പറ്റില്ല. പകരം നമ്മുടെ സഹോദരൻ തന്നെയാണ് എല്ലാം എടുത്തിരിക്കുന്നത്. പാറ കൊണ്ടുള്ള ഒരു മല കീറി റോഡാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണിത്. ഇത് വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ്. ഗ്യാപ്പ് റോഡ് ഇറങ്ങി വരുമ്പോൾ വലതു ഭാഗത്തായിട്ട് കാണുന്ന മനോഹരമായ കുറച്ച് കാഴ്ചകളുണ്ട്. അത് ചെറിയ രീതിക്ക് ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇത് മൂന്നാറിലെ ടോൾ ഗേറ്റ് ആണ്. കഴിഞ്ഞ വർഷം പോയപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ ടീ മ്യൂസിയത്തിലേക്ക് അടുക്കുകയാണ്. ഇതിലേക്കുള്ള പാസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 150 രൂപയാണ്. ഈ കാണുന്നത് സൺഡയലാണ്. ആദ്യകാലത്ത് മനുഷ്യൻ സമയനിർണയത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു സാങ്കേതിക സാമഗ്രിയാണ് ഇത് ആദ്യകാലങ്ങളിലെ മൺപാത്രങ്ങളും അതോടൊപ്പം തന്നെ ആദ്യകാലങ്ങളിലെ സെറാമിക് പാത്രങ്ങളും ഇവിടെ കാണാം. ഇത് മോണോ റെയിലിൻ്റെ വലിയ വീലാണ്. ഈ കാണുന്നത് മമ്മിഫൈ ചെയ്തു വച്ചിരിക്കുന്നത് പോലുള്ള മൃഗങ്ങളുടെ ഒറിജിനൽ രൂപമാണ്. അതിലെ കണ്ണ് മാത്രമേ ഉള്ളൂ ആർട്ടിഫിഷ്യലായിട്ട് വരുന്നത്, ബാക്കിയെല്ലാം ഒറിജിനലാണ്. മൃഗങ്ങളെ നേരിട്ട് കാണുന്ന ഒരു ഫീലാണ് ഇതിനടുത്ത് നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഈ കാണുന്നത് ആദ്യകാലങ്ങളിൽ തേയില ഉണ്ടാക്കിയിരുന്ന മെഷീനാണ്. ഈ കാണുന്നത് മൂന്നാറിൽ ഓടിക്കൊണ്ടിരുന്ന നാരോ ഗേജിന്റെ വീലുകളാണ്. കേരള ചരിത്രത്തിൽ തന്നെ മറക്കാൻ പറ്റാത്ത 99-ലെ പ്രളയം കവർന്നെടുത്ത ഒരു ഗതാഗത മാർഗമായിരുന്നു മൂന്നാറിലെ തീവണ്ടി സർവീസ്. ആ ഒരു മഹാദുരന്തത്തിന്റെ അവശേഷിപ്പുകളാണ് ഇവയൊക്കെ. അന്ന് 1 മാസത്തോളം നിർത്താതെ പെയ്ത മഴയിൽ മാട്ടുപ്പെട്ടിയിൽ തനിയെ ഒരു ബണ്ട് രൂപപ്പെടുകയും മൂന്നാറിന്റെ ഭൂപ്രകൃതി തന്നെ മാറിപ്പോകുകയും ഉണ്ടായി. അതിനുശേഷം ഒട്ടനവധി ആൾക്കാരുടെ കഠിന പ്രയത്നത്തിന് ഉയർത്തിയെടുത്തതാണ് നാം ഇപ്പോൾ കാണുന്ന മൂന്നാർ. അന്നത്തെ പ്രളയത്തിനു മുൻപും ശേഷവുമുള്ള ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ആയിരത്തി 1909 തൊഴിലാളികൾ ഒപ്പുവെച്ച രജിസ്റ്ററും അവരുപയോഗിച്ച പേനയുമാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് തേയില നിർമ്മിക്കുന്നതാണ്. തേയിലത്തോട്ടങ്ങളിൽ നിന്നും തൊഴിലാളികൾ കൊണ്ടുവരുന്ന തേയില കഴുകി അതിന്റെ ഈർപ്പം കളഞ്ഞ് ആദ്യം കാണുന്ന ഈ മെഷീനിലേക്ക് ഇട്ടുകൊടുക്കുന്നു. മെഷീന്റെ പ്രവർത്തനം ആ തേയിലകൾ പൊടിച്ചു മാറ്റുക എന്നതാണ്. അവിടെ വീഴുന്ന പൊടി കൺവെയർ ബെൽറ്റ് വഴി അടുത്ത മെഷീനിലേക്ക് പോകുന്നു. പച്ച ഇലയോടുകൂടിയാണ് അവ പൊടിക്കുന്നത്. അങ്ങനെ കൺവെയർ ബെൽറ്റ് വഴി ഓരോ മെഷീനിലൂടെ കയറിയെത്തുന്ന തേയില അങ്ങനെ ഫെർമെന്റേഷൻ നടക്കാൻ വലിയൊരു മെഷീനിലേക്ക് കടക്കുന്നു. ഈ മെഷീനിൽ ഫെർമെന്റേഷൻ പൂർത്തിയായി തേയിലപ്പൊടികൾ ഉണങ്ങിയാണ് അടുത്ത മെഷീനിലേക്ക് പോകുന്നത്. അങ്ങനെ അവസാനമായിട്ട് ഈ വൈബ്രേറ്ററിലേക്കാണ് തേയിലകൾ എത്തുന്നത്. ഈ മെഷീൻ വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് 3 തരത്തിലാണ് തേയിലകൾ തിരിയുന്നത്. ഒന്ന് തീരെ ലൈറ്റായിട്ടുള്ള പൂഴിപ്പൊടിയും, രണ്ടാമതായി ഇലത്തേയില പരുവത്തിലുള്ള പൊടി, മൂന്നാമതായി ഗ്രീൻ ടീക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പൊടി. ഈ കാണുന്നത് പലതരം ക്വാളിറ്റിയിലുള്ള തേയിലകളാണ്. അങ്ങനെ പാക്കിംഗ് കഴിഞ്ഞെത്തുന്ന തേയില മാർക്കറ്റിങ്ങിനായി ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടാനുസരണം തേയില വാങ്ങാം. അതുപോലെ തന്നെ പല വെറൈറ്റിയിലുള്ള ചായകളും ഇവിടെ അവൈലബിൾ ആണ്. അവിടെ നിന്നൊരു കോംബോ ഓഫറായി 2.25 കിലോയോളം വരുന്ന തേയില ഞങ്ങളും വാങ്ങി. അങ്ങനെ ടീ മ്യൂസിയത്തിൽ നിന്നും ഇറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് കാർമലഗിരി എലിഫന്റ് പാർക്കിലേക്കാണ്. നമ്മൾ പോകുന്ന വഴിയിലാണ് മാട്ടുപ്പെട്ടി ഡാം. അതിനു മുകളിലൂടാണ് നമുക്ക് പോകേണ്ടത്. മാട്ടുപ്പെട്ടിയിൽ അന്ന് നിൽക്കുന്ന ബണ്ട് തകർന്ന സ്ഥാനത്താണ് ഇന്ന് ഈ ഡാം നിൽക്കുന്നത്. 1924 കർക്കിടകം 1099 നടന്ന മഹാപ്രളയത്തിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. അന്ന് നിർത്താതെ പെയ്ത മഴയിൽ ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി ഒരു തടാകം പോലെ രൂപപ്പെടുകയായിരുന്നു. ഇന്ന് ആ സ്ഥാനത്താണ് ബലവാനായി നിൽക്കുന്ന മാട്ടുപ്പെട്ടി ഡാം. അങ്ങനെ ഞങ്ങൾ കാർമലഗിരി എലിഫന്റ് പാർക്കിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു വരവായിപ്പോയി. സാധാരണക്കാർക്ക് കയറി യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇവര് ഓരോ ടിക്കറ്റും ഈടാക്കുന്നത്. ഒരാൾക്ക് 700 രൂപയാണ് നിരക്ക്. 4 പേരടങ്ങുന്ന ഫാമിലി ആണെങ്കിൽ 2800 രൂപ. അങ്ങനെ മൂന്നാർ യാത്രയുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനിലേക്ക് കടക്കുകയാണ്. മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ. ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള റോഡ് വളരെ ഇടുങ്ങിയതാണ്. അതുപോലെ തന്നെ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. എന്നാലും സൈഡിലെ കാഴ്ചകൾ ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല. വൈകാതെ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലേക്കെത്തി. ഈ കാണുന്നതാണ് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ. അന്ന് റെയിൽ മാർഗം ചരക്കുകൾ കയറ്റാനും ഇറക്കാനും ഉപയോഗിച്ചിരുന്ന മെയിൻ സ്റ്റേഷൻ. വളരെ വലിയ കുന്നുകൾക്കും കൊക്കകൾക്കും നടുവിലായി തൂണുകൾ നിർമ്മിച്ച് അതിലൂടെ പാലം കെട്ടിയാണ് നാരോ ഗേജ് ഈ സ്റ്റേഷനിൽ സർവീസ് നടത്തിയിരുന്നത്.
മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ്. കാരണം ഇവിടെ നിന്നും നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു ആകാശക്കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന മരങ്ങൾ നമുക്ക് താഴെയായി നിൽക്കുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ്. തീർത്തും ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു മൂന്നാർ യാത്രയും കൂടി സമാപനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും നന്നായിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്തു. അതുതന്നെ എനിക്കും വളരെ സന്തോഷമായി. അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ എപ്പിസോഡ് സമാപിച്ചിരിക്കുകയാണ്. മൂന്നാർ എപ്പോഴും എല്ലാവർക്കും ഒരു അതിശയം തന്നെയാണ്. ടോപ്പ് സ്റ്റേഷൻ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ടോപ്പ് സ്റ്റേഷൻ. ഇവിടെ വന്ന് ഇത് കാണുക എന്നുള്ളതാണ് മൂന്നാർ ട്രിപ്പിലെ ഏറ്റവും ഹൈറ്റ്. അതായത് നമ്മൾ മൂന്നാറിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ടോപ്പ് സ്റ്റേഷൻ. ഇവിടെ വന്ന് നമ്മൾ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആകാശത്ത് നിൽക്കുന്ന ഒരു ഫീലാണ്. മറ്റൊന്നുമില്ല, മഞ്ഞ് ഭയങ്കര പുകയാണ്. താഴ്വശത്ത് നമുക്ക് കാണാൻ പറ്റത്തൊന്നുമില്ല. അതെ, നമ്മൾ ഈ നിൽക്കുന്ന ഇത്രയും ഒരു ഏരിയ അല്ലാതെ വേറെ ഒന്നും താഴേക്കില്ല. നമ്മൾ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുന്ന പോലൊരു ഫീൽ. ആകാശത്ത് നിന്ന് നോക്കിയാൽ പോലും എന്തെങ്കിലുമൊക്കെ കാണാം. പക്ഷേ ഇതൊന്നും പുകയല്ലാതെ, അതായത് പോകല്ലാതെ ഒന്നും കാണുന്നില്ല. അപ്പം വരുന്നവരെന്തായാലും തീർച്ചയായിട്ടും വന്ന് കാണണം. അപ്പോൾ ഇനി ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. ശരിക്കും ഇതാണ് സ്വർഗം.